തിരൂർ സിവിൽ സ്റ്റേഷൻ വളപ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിയുന്നതിൽ പ്രധാന തുമ്പായത് സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ച ചെരിപ്പ്. മരണപ്പെട്ട തൃക്കണ്ടിയൂർ സ്വദേശി രാജേഷ് വീട്ടിൽ നിന്ന് ധരിച്ചെത്തിയ ചെരിപ്പ് സഹോദരൻ തിരിച്ചറിഞ്ഞതോടെയാണ് മരണപ്പെട്ട ആളിലേക്ക് പോലീസ് എത്തിയത്. സംഭവത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ദുരൂഹതകളില്ലെന്നും രാജേഷിന്റേത് ആത്മഹത്യയാണെന്ന് കരുതുന്നതായും തിരൂർ ഡിവൈഎസ്പി AM സിദ്ദീഖ് എഡിറ്റർ ലൈവിനോട് പറഞ്ഞു. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സിവിൽ സ്റ്റേഷൻ വളപ്പിലെ പഴയ ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. അഞ്ച് മണിക്കൂറോളം നീണ്ട അന്വേഷണത്തിലൂടെയാണ് പോലീസ് മരണപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞത്. മൃതദേഹം കിടന്നിരുന്ന കെട്ടിടത്തിന് സമീപം ഒരു ജോഡി ചെരുപ്പ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അല്പം അകലെ ഉപയോഗശൂന്യമായ കാറിന് മുകളിൽ ഒരു ഷർട്ടും കിടന്നിരുന്നു. ഇവ രണ്ടും കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. ഇതിനിടെ കാണാതായവരെ കുറിച്ചുള്ള അന്വേഷണത്തിനിടെയാണ് രാജേഷിനെ ചൊവ്വാഴ്ച രാത്രി മുതൽ കാണാതായിട്ടുണ്ടെന്ന വിവരം ലഭിച്ചത്. അതോടെ കുടുംബവുമായി ബന്ധപ്പെട്ട പോലീസിന് പിന്നീടുള്ള അന്വേഷണം എളുപ്പമായിരുന്നു. മൃതദേഹത്തിലുണ്ടായിരുന്ന ലുങ്കിയുടെ അവശിഷ്ടം, കയ്യിലെ ചരട് എന്നിവ കൂടി പരിശോധിച്ചാണ് രാജേഷിന്റെ സഹോദരൻ മൃതദേഹം തിരിച്ചറിഞ്ഞത്. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ചൊവ്വാഴ്ച രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതായിരുന്നു രാജേഷ് എന്ന് ബന്ധുക്കൾ പോലീസിൽ മൊഴി നൽകി. അനിയന്റെ ചെരുപ്പ് ധരിച്ചാണ് വീട്ടിൽ നിന്ന് പോയിട്ടുള്ളത്. രാവിലെയാണ് രാജേഷിനെ കാണാതായ വിവരം വീട്ടുകാർ അറിയുന്നത്. പോലീസ് നഗരത്തിലെ CCTVകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പുലർച്ചെ രാജേഷ് തനിച്ച് തൃക്കണ്ടിയൂർ റോഡിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ നഗരത്തെ നടക്കുന്ന വിവരമായിരുന്നു സിവിൽ സ്റ്റേഷനിൽ നിന്ന് പുറത്തുവന്നത്. തുടർന്ന് സബ് കളക്ടർ ദിലീപ് കൈനിക്കര, തഹസിൽദാർ ആഷിഖ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ സംശയകരമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് ഡിവൈഎസ്പി AM സിദ്ദീഖ് അറിയിച്ചു. രാജേഷിന്റെ ആന്തരികാവയവങ്ങളിൽ ഡീസലിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. 80% പൊള്ളലേറ്റ നിലയിലായിരുന്നു മൃതദേഹം. ഇതാണ് മരണകാരണമായത്. പ്രാഥമിക നിഗമനങ്ങൾ പ്രകാരം ആത്മഹത്യയാണെന്ന് കരുതുന്നുവെങ്കിലും അന്വേഷണം തുടരുമെന്നും ഡിവൈഎസ്പി എഡിറ്റർ ലൈവിനോട് പറഞ്ഞു. ബുധനാഴ്ച രാവിലെ സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരിയായിരുന്നു പഴയ ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോയിലെ മുറിയിൽ മൃതദേഹം കണ്ടെത്തിയത്. തിരൂർ ഡിവൈഎസ്പി AS സിദ്ദീഖ്, SI NR സുജിത്, SI നസീർ തിരൂർക്കാട് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ആളെ തിരിച്ചറിഞ്ഞത്. മൃതദേഹത്തിനരികിൽ നിന്ന് ഡീസൽ അടങ്ങിയ കുപ്പി, സിഗരറ്റ് ലൈറ്റർ എന്നിവ കണ്ടെത്തിയിരുന്നു. സ്ഥലത്ത് പോലീസ് നായ ഉൾപ്പെടെ എത്തി പരിശോധന നടത്തിയെങ്കിലും തുമ്പ് ലഭിച്ചിരുന്നില്ല. സിഗർ ലൈറ്ററിൽ നിന്ന് മണം പിടിച്ച ചാർലി എന്ന നായ സിവിൽ സ്റ്റേഷൻ വഴിയിലൂടെ അല്പദൂരം മുന്നോട്ടോടി നിന്നു. മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സയിലുള്ള ആളാണ് മരണപ്പെട്ട രാജേഷ്. രോഗം മൂലം അവിവാഹിതനാണ്. ജോലികൾക്ക് പോകാറുമില്ല. സഹോദരനും മാതാപിതാക്കളും അടങ്ങുന്ന വീട്ടിലായിരുന്നു 48-കാരനായ രാജേഷിന്റെ താമസം. ഇടയ്ക്കിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പ്രകൃതമുള്ള ആൾ കൂടിയാണ്. രാവിലെ മൃതദേഹം കണ്ടെത്തിയതോടെ ഒട്ടേറെ സംശയങ്ങൾ പ്രചരിച്ചിരുന്നു. മണിക്കൂറുകൾക്കകം ദുരൂഹത അഴിക്കാനും ആളെ തിരിച്ചറിയാനും സാധിച്ച ആശ്വാസത്തിലാണ് തിരൂർ പോലീസ്. എഡിറ്റർ ലൈവ്, തിരൂർ. ഓരോ
മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.